നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഉവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഫേസ് ഫിനാലെ എന്ന് വിളിക്കാവുന്ന മത്സരങ്ങൾ അടുത്ത മിഡ് വീക്കിൽ നടക്കുകയാണല്ലോ. അതായത് ജനുവരി 29 പുലർച്ചെ 1:30 ഒരു പിടി മത്സരങ്ങൾ ഒരുമിച്ചങ്ങ് നടക്കുകയാണ്. അപ്പോൾ ബാഴ്സലോണ ഇപ്പോൾ 9ാം സ്ഥാനത്താണുള്ളത്. ടോപ്പ് 8 എന്ത് വേണം? ബാഴ്സയുടെ ടോപ്പ് 8 സെനാരിയോ എന്താണ്? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ടോപ്പ് 8 എന്താ അത്ര പ്രാധാന്യം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ടോപ്പ് 8 കിട്ടിയാൽ മാത്രമേ ഡയറക്റ്റ്ലി റൗണ്ട് ഓഫ് 16 കടക്കാൻ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ ഒരു പ്ലേ ഓഫ് കളിക്കണം. ഓൾറെഡി റൗണ്ട് ഓഫ് 16 ഇപ്പോൾ എത്തിയ 2 ടീമുകളേ ഉള്ളൂ. അത് ആഴ്സണലും അതുപോലെ ബയൺ മ്യൂണിക്കുമാണ്. ഇപ്പോൾ ബാഴ്സയ്ക്ക് നിലവിൽ അവരുടെ സ്ഥാനം 9ാമതാണ്, 13 പോയിൻ്റ് ഉണ്ട്. പക്ഷേ 6, 7, 8 സ്ഥാനങ്ങളിലുള്ള PSG-ക്കും ന്യൂക്യാസിലിനും ചെൽസിക്കുമൊക്കെ 13 പോയിൻറ്റുകളേ ഉള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ബാഴ്സയ്ക്ക് ഇനി എന്ത് വേണം? ബാഴ്സയുടെ അടുത്ത കളി കോപ്പൻഹേഗനെതിരെയാണ്. കോപ്പൻഹേഗനെതിരെ ജയിക്കുക, നല്ല മാർജിനിൽ ജയിക്കുക. അങ്ങനെയാണെങ്കിൽ ഗോൾ ഡിഫറൻസിൻ്റെ പ്രശ്നങ്ങളെയും മറികടന്ന് ബാഴ്സലോണക്ക് റൗണ്ട് ഓഫ് 16 നേരിട്ട് തന്നെ ഉറപ്പിക്കാൻ കഴിയേണ്ടതാണ്. ഇപ്പോഴത്തെ ഗോൾ ഡിഫറൻസ് അത്ര മികച്ചതല്ല. +5 ഗോൾ ഡിഫറൻസുമായിട്ടാണ് ബാഴ്സ നിൽക്കുന്നത്. മുമ്പിലുള്ള ചെൽസിക്ക് 6 ഗോൾ ഡിഫറൻസ് ഉണ്ട്. ന്യൂക്യാസിലിനാണെങ്കിൽ ഒന്നുകൂടി ബെറ്ററാണ്, 10 ഗോൾ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ PSG-ക്കും +10 ഗോൾ ഡിഫറൻസ്. അപ്പോൾ നല്ല ഒരു മാർജിനിൽ കോപ്പൻഹേഗനെ പരാജയപ്പെടുത്തിയാൽ ബാഴ്സയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തുന്നത്. എന്നാൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ കണ്ടറിയണം. കാരണം അടുത്ത മത്സരം വിജയിച്ചാൽ ബാഴ്സയ്ക്ക് 16 പോയിൻ്റ് ആകും. ഇപ്പോൾ പോയ സീസണിലൊക്കെ 16 പോയിൻ്റ് എന്നുള്ളത് ഓൾമോസ്റ്റ് സെർട്ടൻലി റൗണ്ട് ഓഫ് 16 ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കുന്ന ഒന്നായിരുന്നു. അല്ല, അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, പോയ സീസണിൻ്റെ കാര്യമല്ല. ഈ സീസണിൽ തന്നെ 16 കൊണ്ട് മതിയാവുമെന്ന് തന്നെ വേണം കരുതാൻ. കാരണം എന്താണെന്നറിയോ? ഇപ്പോൾ ബാഴ്സയ്ക്ക് മുമ്പിലുള്ള ടീമുകൾ ചെൽസി, ന്യൂക്യാസിൽ, PSG, സ്പേഴ്സ്, ഇങ്ങനെയുള്ള ടീമുകളിൽ ചില ടീമുകൾ പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യാൻ നല്ല സാധ്യതയുണ്ട്. കാരണം സ്ട്രോങ് ഓപ്പണൻസിനോടാണ് അവർക്ക് അവസാന റൗണ്ട് കളിക്കാനുള്ളത്. നോക്കുക, PSG-യും ന്യൂക്യാസിലും തമ്മിലാണ് അവസാന റൗണ്ട് കളി. അപ്പോൾ അതിലൊരു ടീം തോറ്റാൽ ഇപ്പോൾ ന്യൂക്യാസിൽ തോറ്റെന്ന് കരുതുക. ന്യൂക്യാസിൽ 13 പോയിൻ്റ് തന്നെ നിൽക്കും. അപ്പോൾ ബാഴ്സലോണക്ക് അവരുടെ വിജയം 16 പോയിൻ്റ് സമ്മാനിക്കുകയും മുന്നോട്ട് കയറാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യും. ഇനി അതല്ല, 2 ടീമും സമനിലയിലാണ് നിൽക്കുന്നതെങ്കിൽ, PSG-യും ന്യൂക്യാസിലും സമനില പിടിച്ചാൽ 2 ടീമും 14 നിൽക്കും. ബാഴ്സ കാര്യങ്ങൾ ഒന്നുകൂടി എളുപ്പമാവും. അതുപോലെ തന്നെയാണ് മറ്റ് ടീമുകളും പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യാൻ സാധ്യതയുള്ളവരുണ്ട്. ഇപ്പോൾ ചെൽസിയുടെ കാര്യത്തിൽ, ചെൽസിക്ക് അടുത്ത മത്സരം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ നാപ്പോളിയാണ്. ഇറ്റാലിയൻ വമ്പന്മാരാണ്. അത്ര എളുപ്പമല്ല എന്നർത്ഥം. കഴിഞ്ഞ കളി പെഫോസിനോട് 1 ഗോളിനാണ് ചെൽസി ജയിച്ചതെന്ന കാര്യം കൂടി നോക്കണം. ചെൽസി പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായാലും ബാഴ്സയ്ക്കായിരിക്കും അതിൽ ഗുണകരമായിട്ട് മാറുക. ഇപ്പോൾ സ്പേഴ്സിൻ്റെ കാര്യത്തിലും സ്പേഴ്സ് നോക്കുകയാണെങ്കിൽ 14 പോയിൻറ്റുമായിട്ട് 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ്. അവർക്ക് ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടാണ് എതിരാളികൾ, എന്നും സംഭവിക്കാം. അപ്പോൾ സ്പേഴ്സ് പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അതും ബാഴ്സയ്ക്ക് അനുകൂലമാകും. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഫിക്സർ നോക്കുമ്പോൾ ബാഴ്സയ്ക്ക് റൗണ്ട് ഓഫ് 16 ഡയറക്റ്റ് കിട്ടാൻ കൂടുതൽ ഗോൾ അടിച്ച് ജയിച്ചാൽ നല്ലത്. അതിൻ്റെയും ആവശ്യമില്ല, ഒരു ജയം മാത്രം മതിയാവും റൗണ്ട് ഓഫ് 16 ഉറപ്പാക്കാൻ എന്ന് വേണം ഇപ്പോഴത്തെ സ്ഥിതിയിൽ പറയാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.